യൂണിറ്റ് നമ്പർ 3, മാൻ ആൻഡ് മീഡിയ. എന്തായിരിക്കും മാൻ ആൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക? വാട്ട് ഡു യു മീൻ ബൈ മാൻ ആൻഡ് മീഡിയ? മനുഷ്യനും പിന്നെ മനുഷ്യനും വാർത്തകളും. വാർത്ത. ഓക്കെ, മാൻ അതിന്റെ മീനിങ് അല്ല. അപ്പോ ഇങ്ങനെ ഒരു ടൈറ്റിൽ നിന്ന് കേൾക്കുമ്പോ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും? ഈ കത്ത് കൊടുക്കുന്നതും ഈ ഈ കമ്മ്യൂണിക്കേഷൻ, സൈക്കോ വീണ്ടും വന്നു. റേഡിയോ, ടെലിവിഷൻ, ചെയ്യാൻ തന്നെ വാർത്താവിനിമയം. ഇതില് മറ്റേ റീനെയിം പറഞ്ഞില്ല. ഏതിലാടാ? ഏതിലാ? കാണാനില്ല. ഓക്കെ ഓക്കെ, അപ്പോ ഇതൊക്കെ തന്നെ ഇപ്പോ മീഡിയ. സോ ഫസ്റ്റ് തിങ് നമ്മുടെ ഫോൺ മീഡിയയുടെ ഭാഗമാണല്ലോ. അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മുടെ ഫോൺ ആവട്ടെ, അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ ചെയ്യുന്ന വാർത്ത കാണാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, നമ്മളിപ്പോ വാട്സാപ്പ് മാറിയിട്ട് അടുത്ത സിഗ്നലിലേക്ക് പോകാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് മീഡിയ ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. ഓക്കെ, look at the picture shown below. What do these pictures tell us about? ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു എസ്പി? ഈ പിക്ചർ, വാട്ട് ഡു ദിസ് പിക്ചർ ടെൽ us about? എന്തൊക്കെയാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് എന്താ പറയുന്നത്? എന്തൊക്കെയാണ് പറയുന്നേ? മീഡിയയെ കുറിച്ചും. പിന്നെ മീഡിയയെ കുറിച്ചോ? എന്ത് മീഡിയയെ കുറിച്ച്? ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട്. ഓക്കെ, വേറെ? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ. വേറെ? അശ്വിൻ? ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, TV, റേഡിയോ, വാർത്താവിനിമയം. Okay. So there is one bird actually. What bird is that? ഏത് bird ആയിരിക്കും? അതിൽ റീനെയിം കൊടുക്കാൻ പറ്റില്ല. ആർക്കാടാ പറ്റാത്തെ? ബ്ലൈൻഡ് സൈക്കോ ആയിരിക്കും സാർ. ബ്ലൈൻഡ് സൈക്കോ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ബ്ലൈൻഡ് സൈക്കോ. ഓക്കെ സാർ, അതില് പാർട്ടിസിപ്പന്റില് കേറിയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനിപ്പോ മാറ്റി ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോ എന്തൊക്കെ ഇതിലൊരു ബേർഡ് ഉണ്ട്. ഏത് ബേർഡാ അത്? ഏത് പക്ഷിയാ? പീജിയൻ. എന്തിനായിരിക്കും ഈ പീജിയൻ അവിടെ കൊടുത്തിരിക്കുന്നത്? ഈ കത്തുകളൊക്കെ അയക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്ന, കത്തുകളൊക്കെ കൈമാറ്റം ഉപയോഗിച്ചാണ്. It speak about the evolution of media. അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് ഇപ്പൊ ഇത് നമ്മൾ സോഷ്യൽ സയൻസിലെ ഒരു ഇതൂടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ, കഴിഞ്ഞ വർഷം പഠിച്ചോ എന്നുള്ളവരെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു 5ാം ക്ലാസ് അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെങ്കിൽ കാണും. ഇപ്പൊ എവല്യൂഷൻ ഓഫ് മീഡിയ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഇത് പക്ഷികൾ വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമായിരുന്നു. അടുത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സിറ്റികളിലേക്ക് ഇപ്പോ അവിടെ ഇതുണ്ട്, കഴുത അല്ലെങ്കിൽ പല മൃഗങ്ങൾ. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ്മാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ. മനസ്സിലായി. പിന്നെ അടുത്ത് എന്തൊക്കെ വന്നു? പിന്നെ അടുത്ത് എയറോപ്ലെയിൻ വന്നു.
അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ ഏറ്റവും വലിയ സാധനം ഫോൺ. നമ്മുടെ ഫോൺ കിട്ടി, അതാകുമ്പോൾ ഒരു ക്ലിക്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും. അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ പല പല മെത്തേഡ്. സാർ ഇത് എത്രാമത്തെ പേജാണ്? ഇവിടെ പേജ് നമ്പർ ഫസ്റ്റ് ടെക്സ്റ്റ് ആണെങ്കിൽ 71, അല്ല സെക്കൻഡ് ടെക്സ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് പേജ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡു യു ഫസ്റ്റ് പേജ് ഒന്നും ഇല്ല സാർ. ഞാൻ ഉറങ്ങി കിടന്നോടെ ഇത്ര നേരം. Okay, the second question. Do you remember stories in which birds and animals carried messages? അപ്പോ ഈ ബേർഡ്സും അനിമൽസും ഒക്കെ ലൈക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ലൈക്ക് മെസ്സേജ് പാസ് ചെയ്തതായിട്ടും അങ്ങനെ പല രീതിയിലുള്ള കഥകളും എല്ലാം, അതായത് സന്ദേശങ്ങളൊക്കെ അങ്ങോട്ടോട് കൊണ്ടുപോകുന്ന കഥകളെല്ലാം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എന്തെങ്കിലും അറിയാവോ അതിനെ കുറിച്ച്? ഓർമ്മയുണ്ട് സാർ, കേട്ടില്ല. അതായത് ഈ ബേർഡ്സും അനിമൽസും ഒക്കെ എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങള് പാസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കഥകളോ എന്തെങ്കിലും അറിയാവോ? കേട്ടിട്ടുണ്ട് സാർ. എക്സാമ്പിൾ പറഞ്ഞേ, ഈ കേട്ടിട്ടുള്ള കഥകളുടെ. സാർ ബാഹുബലിയിലുണ്ട്. ബാഹുബലിയിലുണ്ട് സെക്കൻഡ് പാർട്ടിലുണ്ട്. സെക്കൻഡ് പാർട്ടില് മറ്റേ ബാഹുബലി മറ്റേ ഇവിടെ പോയിരിക്കണത് കുന്തള പ്രദേശത്ത്. ഒരു പരുന്തിന്റെ അല്ലേ? ഓ, അപ്പൊ മഹാറാണിയെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി. അശ്വിനെ, നീയാടാ മഹാറാണിയെ പിടിക്കാൻ പോയത്? എന്നെ ചോദിക്കാൻ കൊള്ളില്ല. ഇത് റെക്കോർഡാണ് ഏട്ടാ ബ്രഹ്മ. വീഡിയോ ഓണാക്ക്. സൈക്കോ എത്തി. ബ്രഹ്മൻ വീഡിയോ ഓണാക്ക്. ആദിത്യ ദിലീപ് വീഡിയോ ഓണാക്ക്. ആർഷ, ആർദ്ര, ലക്ഷ്മി ഇതേപോലുള്ള കഥകൾ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. പറയേ. ഓക്കെ, ഇനി അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ ആർ മെസ്സേജസ് കൺവേഡ് നൗഎഡേയ്സ്? ഇന്നത്തെ കാലത്ത് എങ്ങനെയാ മെസ്സേജുകളൊക്കെ അയക്കുന്നതും അല്ല? വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നോക്കുകയാണെങ്കിൽ ലെറ്റർ, ടെലിഗ്രാം, അതുപോലുള്ള ഓക്കെ. ഫാക്സ്. അപ്പൊ അങ്ങനെ ഫാക്സ് ഉണ്ടല്ലോ. ഫാക്സ്. അപ്പൊ അങ്ങനെ നമ്മള് ആദ്യം ഒരു കഥയിലേക്ക് പോവുകയാണ്. ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. അപ്പോ ഇതെന്താണ്? ഒരു മെസ്സേജിന്റെ കഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ എല്ലാരും ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതില് ടെക്സ്റ്റ് നോക്കും. ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിലായാലും കുഴപ്പമില്ല. ഓക്കെ. Nowadays, when we want to communicate, we either email a person or send an SMS. So നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു SMS അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ മെയിൽ ചെയ്യും, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യും. ഇതെല്ലാം ചെയ്യും. Everything happens by the clicking of a mouse or a pressing of a few buttons. അപ്പോ ഇപ്പോഴെന്ന് പറയുന്നത് ഒന്നുകിൽ മൗസ് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ കുറെ ബട്ടൺസ് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ടച്ച് സ്ക്രീൻ പ്രസ് ചെയ്യും. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ നിയർ പാസ്റ്റ്. അപ്പോ
ഇതെന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്തൊന്നുമല്ല, കുറച്ച് കാലമായി ഇത് തുടങ്ങിയിട്ടും എല്ലാം. Most people wrote letters, put them in an envelope, got them stamped, dropped them in a post box and waited patiently to hear from the other person. അപ്പോ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു? ലെറ്റർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ലെറ്റർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു പേപ്പർ എടുത്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് എൻവലപ്പ് ഒക്കെ ഒട്ടിച്ച് ഫ്രമും ടൂവും അഡ്രസ്സും എല്ലാം എഴുതി അത് സ്റ്റാമ്പ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 15 ദിവസം എടുക്കും, 1 മാസം എടുക്കും, എത്ര നാൾ എടുക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കത്ത് വരണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്ന് വേണം ഒരാൾ പറയുന്നത് വേറൊരാള് കേൾക്കാനായിട്ട്. Way back in the 1850s, letters went on horseback from the east to west of America. അപ്പോ 1850-കളില് ഇത് പൊയ്ക്കൊണ്ടിരുന്ന, അതായത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ ഹോഴ്സിലൊക്കെ വച്ചുകൊണ്ടാണ് ഈ ലെറ്റേഴ്സും എല്ലാം ഈസ്റ്റ് അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് അമേരിക്കയിലോട്ടൊക്കെ കൊണ്ടുപോയിരുന്നത്. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. അപ്പോ ഒരു കമ്പനി, ഒരു ഫ്രൈറ്റ് കമ്പനി, അപ്പൊ ആ കമ്പനിക്കാരെന്ത് ചെയ്തു? അവര് ഡിസൈഡ് ചെയ്തു. ഫ്രൈറ്റ് എന്ന് വെച്ചാൽ എന്തോന്ന്? ഇവിടെ ഫ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ എന്തു പറയാനാ, എന്റെ മലയാളം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ. ഓക്കെ, ചരക്ക്. ഇത് ഞാൻ ഉദ്ദേശിച്ച വേർഡ് മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഒരു സംഭവം, കാർഗോ. ഞാൻ ആ കാർഗോ എന്ന് പറയുന്ന വാക്കിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ നോക്കി. അപ്പൊ ഈ കാർഗോ കേട്ടിട്ടില്ലേ? അല്ലെ കൊറിയർ, നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ഇതില് കൊറിയർ. അപ്പോ അതുപോലുള്ള സംഭവം മുമ്പാണെങ്കിൽ ഹോഴ്സിന്റെ ബാക്കിലൊക്കെ വച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുപോകാനും എല്ലാം ഒരു 80 ആൾക്കാരെ അവരെടുത്തു. എന്തിന്? ഈ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഈ മെയിൽസ് അവിടെ കൊണ്ട് എത്തിക്കാനായിട്ട്. In 1860, the Pony Express was formed. എന്താ ഈ പോണി എക്സ്പ്രസ്? എന്താ ഈ പോണി എക്സ്പ്രസ്? ട്രെയിൻ ആയിരിക്കും. പോണി എന്ന് പറഞ്ഞാ കുതിര പോലത്തെ സംഭവമല്ലേ? കുതിര പോലത്തെ ഒരു ജീവി. അതെ, കഴുത സവാരി. അതായത് ഒരു എന്താ പറയുന്ന, ഇത് ഈ കുതിരപ്പുറത്ത് മറ്റേ ഇതെല്ലാം കൂടെ കെട്ടി ആ ഒരു ഇതില് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവത്തിന് പോണി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ യാത്ര അങ്ങനത്തെയാണ്. അതായത് എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു യാത്രയെ തന്നെ ഉദ്ദേശിക്കുന്നത്. യാത്ര അല്ലെങ്കിൽ ഇപ്പോ ഒരു ട്രെയിനിനെ നമ്മൾ എക്സ്പ്രസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ പോകുന്നതുകൊണ്ട്. അപ്പൊ അതുപോലെയാണ് ആ ഒരു പോണി എക്സ്പ്രസ് വാസ് ഫോം. The riders of the Pony Express were chosen for their light weight as well as their riding ability. അപ്പോ അവര് എങ്ങനെയാ ആ ഒരു റൈഡേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്തത്? അവരുടെ ആ ഒരു റൈഡിങ് എബിലിറ്റി, ഇപ്പോ പ്രത്യേകിച്ച് ഈ കുതിരയൊക്കെ ഓടിക്കാനുള്ള കഴിവ്, അല്ല എങ്കിൽ അവർക്ക് എത്രമാത്രം ഇതിനെ ഓടിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, എത്ര സ്പീഡിൽ അവിടെ എത്തിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കഴിവും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവര് ഈ ആൾക്കാരെ സെലക്ട് ചെയ്തത്. മോസ്റ്റ് ഓഫ് ദം വേർ യങ് ബോയ്സ്. അപ്പോ അതില് ഈ കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നതും ഈ യങ് ബോയ്സ്, അതായത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരായിരുന്നു. The route they undertook was rugged on. അപ്പൊ റെഡ് മീനിങ് എന്താ? റെഡ് അറിയാവോ? അതായത് നമ്മുടെ ഒരു നിരപ്പില്ലാത്ത രീതിയിലുള്ള റോഡ്, അതായത് ഒട്ടും ഇപ്പൊ ചിലപ്പോ ടാർ ചെയ്തായിരിക്കത്തില്ല, ചിലപ്പോ കല്ലും പണ്ടത്തെ ഈ കല്ലും എല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു തരം പാത.
ഒട്ടും നിരപ്പല്ലാത്ത പാതകളിലൂടെയായിരുന്നു അവർ പോകേണ്ടി വന്നത്. It went from St. Joseph, Missouri to Sacramento, California, a distance over 1800 miles. അപ്പോ 1800 എന്താടാ 1800 അല്ലേ? എടാ 1800, അതായത് 1800 എന്ന് പറഞ്ഞാലും 1800 എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ? 1800 ഒന്നാലോചിച്ച് നോക്കി, 1800 അപ്പൊ 18 2 0. അപ്പൊ 100 എന്ന് പറയുമ്പോ 1 2 0. ഞാൻ അതിന് പകരം 200 എന്ന് പറയുമ്പോ 2 2 0. അപ്പൊ ഇത് 1800 എന്ന് പറയുമ്പോ 18 2 0 സെയിം തന്നെയാ, ഒരു വ്യത്യാസമില്ല കേട്ടോ. നമുക്ക് പറയുമ്പോ എങ്ങനെയാണ് പറയാം? 1800 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ 1800 എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ 1800 മൈൽസ്, അത് എവിടെ നിന്നാ? സെന്റ് ജോസഫ് മിസോറി ടു സാക്രമെന്റോ, കാലിഫോർണിയ. അപ്പൊ കാലിഫോർണിയയിലേക്കാണ് അവരങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. Each rider rode a total of 75 miles, changing ponies at different stations. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാവോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും അവര് അവരുടെ ഓരോ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഓരോ താവളങ്ങളുണ്ട്. ഇപ്പൊ യാത്രയുടെ ഇടയ്ക്ക് തന്നെ 75 മൈൽസ് അവർ യാത്ര ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏകദേശം 75 മൈൽസ് യാത്ര, അത് കഴിഞ്ഞിട്ട് അവർ കുതിരയെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ കുതിര തളരത്തില്ല, അല്ലെങ്കിൽ കുതിരയുടെ ആ ഒരു എന്ത് പറയുന്നു, ഒരു എബിലിറ്റി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കുതിര എവിടെ വീഴുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ ചെയ്തിരുന്നതാണ് ഈ ഓരോ 75 മൈൽസ് കഴിയുമ്പോഴും അവരിങ്ങനെ ഈ കുതിരകളെ മാറ്റിക്കൊണ്ടേയിരുന്നു. The mail was carried in 4 leather boxes, which were attached to a special saddle blanket thrown over the saddle. അപ്പോ സാഡിൽ എന്ന് പറയുന്ന ആ ഒരു സീറ്റിന്റെ അവിടെ ആയിട്ട് അതിനോടൊപ്പം ഇപ്പൊ നമ്മുടെ കുതിരയുടെ പുറത്തായിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് ഒരു സീറ്റ് പോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കും. അപ്പൊ അതിനടുത്തായിട്ട് ഒരു ഇതുണ്ട്, എന്താ പറയാ, അതിനോട് അറ്റാച്ച് ചെയ്തും കൊണ്ട് ഒരു 4 ലെതർ ബോക്സ്, ആ രീതിയിലായിരുന്നു അവര് ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതായത് അവിടെ അപ്പോ ബലത്ത് അവിടെ ഇരിക്കുകയും ചെയ്യും, അത് അവിടെ നിന്ന് തറയെ വീഴത്തില്ല എന്നുള്ള ആ ഒരു രീതിയിൽ അവരവിടെ ഇതിനെല്ലാം അവരുടെ ഒരു സീറ്റിനോട് ചേർത്ത് അവർ കെട്ടി പ്രോപ്പർ ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. The changing of ponies was done in 2 minutes. അപ്പോ അത് കഴിഞ്ഞിട്ട് കുതിരകളെ മാറ്റണമല്ലോ. അപ്പൊ കുതിരകളെ മാറ്റാനായിട്ട് അവർക്ക് ഒരു 2 മിനിറ്റ് സമയമാണ് വേണ്ടി വരിക. The speed was a bonus because it cut the average delivery time from several weeks to about 10 days. അപ്പോ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഇത് വന്നപ്പോ ഈ ഒരു സിസ്റ്റം വന്നപ്പോ അവർക്ക് ടൈം ഭയങ്കരമായിട്ട് ലാഭിക്കാനായിട്ട് പറ്റി. അതായത് മുമ്പാണെങ്കിൽ പല ആഴ്ചകൾ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങള് ഇപ്പൊ മാക്സിമം ഒരു 10 ദിവസം കൊണ്ട് അവർക്കിത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. The fastest trip was made in 7 days and 17 hours. അപ്പോ അതില് ഈ ഒരു ഡിസ്റ്റൻസില് അവർക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് 7 days and 17 hours. 10 ദിവസം പോലും എടുത്തില്ല, 7 ദിവസവും 17 മണിക്കൂറും കൊണ്ട് അവർ ആ ഒരു ജേർണി, ആ ഒരു യാത്ര അവര് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. This record was set by the rider carrying President Abraham Lincoln's first message to the US Congress. അപ്പോ US കോൺഗ്രസ് എന്തായിരിക്കും? US കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സംഭവം? പാർട്ടിയാണോ? ഓ ആയിരിക്കും, നമ്മളെ പോലത്തെ അവർക്കും. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ? ഈ നിയമങ്ങളൊക്കെ ഉണ്ടാകണം. നിയമങ്ങളൊക്കെ ഉണ്ടാക്കണ എന്തോന്നു, ഒരു സൊസൈറ്റി പോലെ. സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലേ, നിയമസഭ. നിയമങ്ങളൊക്കെ ഉണ്ടാക്കണ ഒരു സ്ഥലം.
ഓക്കെ. വൈഷ്ണവി എന്താ പറഞ്ഞ? സർ കോടതി ആയിരിക്കും സർ, കോർട്ടായിരിക്കും. നിയമസഭയും നിയമസഭ. ഓക്കെ, റൈറ്റ് ആൻസർ. ഓക്കെ, അത് ഇതെന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടത്തെ ഈ നിയമസഭ പോലെ തന്നെ അവിടെ പറയുന്ന പേരുകൾ, അല്ലെങ്കിൽ പാർലമെന്റ്, നമ്മളിവിടെ ഈ പാർലമെന്റ് എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ നിയമസഭ ഇത് പറയത്തില്ലേ, അപ്പൊ അതിന് പകരം അവരവിടെ പറയുന്ന പേരാണ് ഈ കോൺഗ്രസ് എന്ന്. നമ്മുടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലത്തെ ഈ പാർട്ടി കോൺഗ്രസ് അല്ല, അവരവിടെ പറയുന്നത് കോൺഗ്രസ് എന്ന്, കേട്ടോ. അപ്പോ അപ്പോ ഈ കോൺഗ്രസ്, അതായത് നമ്മുടെ പുള്ളിക്കാരൻ ആരാ, അബ്രഹാം ലിങ്കന്റെ മെസ്സേജ്, അത് ആ അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ പുള്ളിക്കാരന് ഒരു മെസ്സേജ് കോൺഗ്രസിലെത്തിക്കുക, അതായത് അവിടുത്തെ പാർലമെന്റിലെത്തിക്കുക, അവരുടെ നിയമസഭയിലേക്ക് അവർക്ക് കൊടുത്തയക്കണമായിരുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും സ്പീഡായിട്ട് അവര് ആദ്യമായി ഈ ഒരു 7 days 17 hours അവർ ഈ ഒരു ട്രിപ്പ് പൂർത്തിയാക്കിയത്. The poor riders had to ride through unknown terrains. Okay, terrains എന്ന് പറയുന്നത് പല വഴികൾ. അപ്പോ അവർക്ക് ഈ റൈഡേഴ്സിന് അവർക്ക് അറിഞ്ഞുകൂടാത്തതും അറിയാന്നുള്ളതുമായിട്ടുള്ള പല വഴികളിലൂടെയും ഇവർക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം. Some routes exposed them to attack from Red Indians and led them through dangerous territories. അപ്പോ ഈ ഇതുണ്ടല്ലോ, ഇവർ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പല സമയത്തും പല ആപത്തുകളും അവർക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് അവര് അത് ഒരു തരത്തിലുള്ള ആൾക്കാർ അവിടെ പറയപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരും പല സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ കള്ളന്മാരായാലും കൊള്ളക്കാരായാലും പല സമയത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുപോലെ പല ഏരിയകളിലും അവര് ആ ഒരു ഏരിയകളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് പല ഇഷ്യൂസും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് for riders listed one important requirement: orphans preferred. ഇപ്പോ അതിന്റെ ന്യൂസ് പേപ്പറുകളിലൊക്കെ ഇത്തരം ജോലിക്കാർക്ക് അവരിങ്ങനെ പറയും ഓർഫൻസ് പ്രിഫേർഡ് എന്ന്, അതായത് അനാഥരെ കൂടുതൽ അവർക്കാണ് മുൻഗണന എന്നുള്ള കാര്യം അവര് പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു പരസ്യം കൊടുക്കാനായിട്ടുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും? ഇവിടെ എല്ലാരും വീഡിയോ ഓൺ ചെയ്ത്, എല്ലാരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത്. ബ്രഹ്മൻ, SP, ആർഷ, ആർദ്ര, സിയാൻ, ആദിത്യ, ദിലീപ്. സർ സിയാന്റെ വീഡിയോയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കിയുള്ളവരെ സാർ അവന്റെ വീഡിയോ ഓഫ് അല്ല, പക്ഷെ അവന്റെ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അവൻ അത് വെറുതെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ബാക്ക് ക്യാമറയാണ് ഓൺ എന്നും തോന്നുന്നുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ ആദിത്യ, ദിലീപ്. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്തേ ഉള്ളൂ. ഇപ്പോ ഈ പത്രങ്ങളിലൊക്കെ ഓർഫൻസ് റിക്വയർഡ് എന്ന് പറഞ്ഞ ഓർഫൻസ് പ്രിഫേർഡ്, അതായത് അവർക്ക് മുൻഗണന കൊടുക്കുന്നത് ഓർഫൻസിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇനി വീഡിയോ ഓഫ് ചെയ്യല്ലേ ബ്രഹ്മൻ, SP. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ആദിത്യ പറഞ്ഞേ. SP എന്തുകൊണ്ടായിരിക്കും ഇതില് ഈ പത്രങ്ങളിലൊക്കെ ഇത്തരം ജോലിക്ക് അവര് ഓർഫൻസ് പ്രിഫേർഡ് അല്ലെ അനാഥരാണ് കൂടുതൽ മുൻഗണന എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കും? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഓക്കെ, ആർക്കെങ്കിലും അറിയാവോ എന്തുകൊണ്ടായിരിക്കും? ഒരു ഗസ്. ഇല്ല സാർ. ഇല്ല, എന്തെന്നറിയാവോ? ഞാൻ പറയട്ടെ, പണ്ടത്തരാണെങ്കിൽ പിടിച്ചടിക്കല്ലേ.
ആ അല്ല ബ്രഹ്മ പറ. അയ്യോ ഞാൻ എന്തിനാ പറയേ? അവരാരും ഇല്ലാത്തവരായോണ്ട് മരിച്ചാലും കുഴപ്പമില്ലെന്നായിരിക്കും. എക്സാക്ട്ലി അത്രേ ഉള്ളൂ. അതായത് അവർക്കപ്പോ ഇത് ഇത്തരം ജോലി എന്ന് പറയുന്നത് ഏത് സമയം അറ്റാക്ക് ഉണ്ടാവാം, ഏത് സമയം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായാലും അവർക്ക് അനാഥരാണെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ പ്രശ്നം ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു തോട്ടിൽ തന്നെയാണ് ഉറപ്പായിട്ടും ആ ഒരു തോട്ടിൽ തന്നെ ആയിരിക്കണം അവരങ്ങനെ ഈ ഒരു തീരുമാനത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, എവിടെ പോയി എവിടെ പോയി? അപ്പൊ so exciting, the Pony Express was a short-lived experiment. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ആണെങ്കിലും ഇപ്പൊ എത്ര പേര് മനസ്സമാധാനത്തോടെ പോവും ഈ ഒരു ജോലിക്കൊക്കെ? എത്ര അനാഥരെന്ന് പറഞ്ഞാൽ പോലും ഇത് ഒരിക്കലും അവരിങ്ങനെ ഇതിലോട്ട് പോവത്തില്ല. പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ നിലനിന്നുള്ളൂ. വെറും 19 മാസം, അതായത് 1.5 വർഷം മാത്രമാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നിലനിന്നിരുന്നത്. ഇറ്റ് ലാസ്റ്റഡ് ഓൺലി 19 months. അപ്പൊ ഈ ഒരു ഇത് 19 മാസം മാത്രമാണ്. ബൈ ദെൻ there was a telegraph line from coast to coast. അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു ടെലിഗ്രാഫ് ലൈൻ വന്നു. അത് ആ ഒരു സംവിധാനം ഒരു കോസ്റ്റ് കോസ്റ്റ് ഒരു തീരത്തുനിന്ന് മറ്റൊരു തീരത്തിലെത്തേക്ക് വരെ അവർക്ക് ഈ ഒരു മെസ്സേജുകൾ എത്തിക്കാനുള്ള ഒരു സിസ്റ്റം അവിടെ വന്നു. This was definitely a faster way of sending messages. ഇത് ഏറ്റവും ബെസ്റ്റ് വേ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തില് പോകാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എളുപ്പത്തിൽ പോകാനുള്ള ഒരു സംവിധാനമായിട്ട് മാറി. അപ്പൊ പിന്നെ ആരും ഇത് യൂസ് ചെയ്യാതെയാവും. കാര്യം ഉറപ്പായിട്ടും ഇതിപ്പോ 10 ദിവസം കൊണ്ട് എത്തുന്നതായിരിക്കും നല്ലത്, അതിനേക്കാളും കുറച്ച് സമയം കൊണ്ട്, അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് എത്തുന്നതാണ് നല്ലത്. അത് അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഈ ഒരു ഇത് നോക്കിയാൽ തന്നെയും നമ്മുടെ ഈ നോർമൽ ലെറ്റർ അയക്കുന്നതിന് പകരം ഒന്നുകിൽ നമ്മൾ കൊറിയർ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പോസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ പെട്ടെന്ന് കിട്ടുക, എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ള ആ ഒരു. But the invention of the radio brought in a great revolutionary change in the field of communication. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് റേഡിയോ വന്നതോടുകൂടെ, അല്ലെങ്കിൽ റേഡിയോയുടെ ആ ഒരു റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടുകൂടെ ടോട്ടൽ ചേഞ്ച്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടോട്ടൽ ചേഞ്ച് തന്നെ അവിടെ ആ ഒരു റെവല്യൂഷൻ, ഒരു പുതിയൊരു എന്താ പറയുന്ന ഒരു റൈസ്, എന്താ പറയുക, ഒരു ഉദയമായിരുന്നു അത്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനും അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു പുതിയൊരു ഉദയം തന്നെയായിരുന്നു നമ്മുടെ റേഡിയോയുടെ കണ്ടുപിടുത്തം. അപ്പൊ ഇത് എടുത്തിട്ടുള്ളത് ദ ഹിന്ദു, യങ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു മാഗസിൻ, ആ ഒരു ഇതിൽ നിന്നാണ് അവര് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോ ഇത് ജസ്റ്റ് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എങ്ങനെ വന്നു പണ്ടത്തെ കാലത്ത്, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം, അല്ലെ 1850-60 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എത്രമാത്രം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ചേഞ്ച് സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ സിസ്റ്റം ആയിരുന്നു വന്നത് എന്നുള്ള ആ ഒരു ഇതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ സാർ? ഇല്ല മനസ്സിലായില്ല. സോറി, ഇല്ല മനസ്സിലായില്ല. എന്താണ് അത് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ആര് സാർ? ഞാനാ? ഇല്ല, നല്ല യാന്ന് സർ റെക്കോർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. Everything happens by the click of a mouse or the pressing of a few buttons. What does the writer mean by this? അപ്പോ ഈ ഒരു ഇപ്പോഴെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ക്ലിക്ക്, ഒരു മൗസ് ക്ലിക്ക്, അല്ലെങ്കിൽ ബട്ടൺസ്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും ജീവ? ഇപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുന്നത് വളരെ ഈസി ആയിട്ട് അയക്കാൻ പറ്റുമെന്നായിരിക്കും.
Yeah, it's easy because we are using mobiles, computer, and internet. So, like using internet or mobile, we can do it by one click itself. Okay. Next, under what circumstances was the Pony Express formed? എന്ത് സാഹചര്യത്തിലാണ് ഈ ഒരു പോണി എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തത്? ഇബ്രാഹിം ലിങ്കൻ എന്ത് മെസ്സേജ് വരാൻ? എന്താണ് ബ്രഹ്മ? ബ്രഹ്മ എന്ത് സാർ? നീയിപ്പോ അവിടെ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല, തെറ്റായിരിക്കും സാർ. കള്ളം പറയരുത്. ഇതിന്റെ ആൻസർ പറ. അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് വാസ് ദ പോണി എക്സ്പ്രസ് ഫോം? എന്തിനാ മറ്റേ ഇബ്രഹാം ലിങ്കൻ എന്തിനാ മെസ്സേജ് വരാൻ? അങ്ങനത്തെ ഇതില് പെട്ടെന്ന് വരാൻ വേണ്ടിയല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ പോണി എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടപ്പോ അത്ര കേട്ടു. ആഹാ, അടിപൊളി. ഇത് വൈഷ്ണവി. എന്താ സാർ? Under what circumstances was the Pony Express formed? എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോണി എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തത്? ആ സാർ എനിക്ക് കിട്ടി. ചരക്ക് വൈഷ്ണവി പറ. പറയട്ടെ. ആ, പറ. ഈ ഓരോ ഗുഡ്സ് ഒക്കെ ഇങ്ങനെ ഈ സാധനങ്ങള്, ചരക്ക് സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകും. സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ. ബ്രഹ്മ, നിനക്ക് കിട്ടിയോ? കിട്ടി സാർ, കിട്ടി. സാർ കാലിഫോർണിയയിലോട്ട് കൊണ്ടുപോകാനല്ലേ? നമുക്ക് പക്ഷെ കോമൺ ആയിട്ട് കാലിഫോർണിയയിൽ, അത് അവരുടെ ഫസ്റ്റ് ആ ഒരു റൂട്ട് സ്റ്റാർട്ട് ചെയ്തത് കാലിഫോർണിയയിലോട്ടാണ്. ഓക്കെ. അപ്പൊ ബ്രഹ്മ, നിനക്ക് കിട്ടിയ ആൻസർ എന്താ? ഇപ്പൊ വായിച്ചപ്പോഴാണ് സാർ കിട്ടിയത്. ഇവിടെ എന്തോ? എവിടെ കിടക്കണതാണ്ട? എവിടെ? ഞാൻ കണ്ടില്ല. The riders for the pony. ഞാൻ കണ്ടു സാർ. The riders for the pony express chosen for the lightweight as well the ride. അതാണ് സാർ. എന്നിട്ട് അയ്യോ, ഇനിയും വായിക്കണോ സാർ? വായിക്കാൻ ഭയങ്കര. അയ്യോ, കുറച്ചും കൂടി ഗുഡ്സ് ഒക്കെ പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടല്ലേ? പക്ഷെ അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ഈസ്റ്റ് അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് അമേരിക്കയിലേക്കാണ്. ഫ്രം ഈസ്റ്റ് അമേരിക്ക, സെന്റ് ജോസഫ് മുസോറി ടു സാക്രമെന്റോ. അത് തന്നെയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കോമൺ ആയിട്ട് പറയാം. അത് ഫസ്റ്റത്തെ ആ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കോമൺ ആയിട്ട് പറയാൻ പറ്റും ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പോ വെസ്റ്റിലേക്ക്, ഇവിടെ നോക്കി. Let us went on horseback from the east to the west of America. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലെത്തിക്കുക. അപ്പൊ അതായിരുന്നു അവരുടെ മേജർ കൺസേൺ. ഓക്കെ. List the modern ways of communication. Modern communicationന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ ആർഷ. ചാറ്റ് ബോക്സ് അല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയേ. ചാറ്റ് ബോക്സ് ഉപയോഗിക്കണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം ചാറ്റ് ബോക്സ്. അതത്രേ ഉള്ളൂ. അങ്ങോട്ട് ചാറ്റ് ഡിസേബിൾ എന്നെ ചുമ്മാ പിടിച്ചിരുത്തിക്കണം. റെക്കോർഡാണ് കേട്ടോ, റെക്കോർഡാണ്. ഓക്കെ. ആർദ്ര സോറി ആർഷ പറഞ്ഞേ. ടിവി വരുമോ? ടിവി. വേറെ വേറെ ഫോൺ തന്നെ. റേഡിയോ. റേഡിയോ. വേറെ ഒരു 10 എക്സാമ്പിൾ പറയും. കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ. വേറെ വേറെ ഏതൊക്കെയാ? വേറെ ഏതൊക്കെ വരും?
ഹർഷ സാർ ഈ വാട്സാപ്പ് പോലത്തെ ആപ്ലിക്കേഷൻ ആയാലും മതിയല്ല പറയുമ്പോ? എടാ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അതുപോലുള്ള കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ എഴുതിയാ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഇമെയിൽ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജുകളെല്ലാം അയക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുന്നത്, ഇപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് ഒരു ഒഫീഷ്യൽ സംഭവങ്ങളെല്ലാം വരുന്നത് അവർ യൂസ് ചെയ്യുന്നതെല്ലാം ഇമെയിൽ തന്നെയാണ്. അപ്പോ അത് പണ്ടോട്ടേ ഉള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോ അതിൽ തന്നെ ഇമെയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇമെയിൽ ഉണ്ട്, ഇപ്പൊ ഗൂഗിൾ, നമ്മുടെ ജിമെയിൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ ഔട്ട്ലുക്ക് ഉണ്ട്, ഹോട്ട്മെയിൽ ഉണ്ട്, പിന്നെ അടുത്ത് ഔട്ട്ലുക്ക്, ഹോട്ട്മെയിൽ, പിന്നെ അടുത്ത് വേറെ ഏതാ, വേറെയുണ്ട്, ഞാൻ മറന്നു. എനിക്ക് തന്നെ ഇതില് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ഇതിന്റെ 3 മെയില് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലുക്ക്, ഹോട്ട്മെയില്, ഏതോ ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതോ ഒന്ന്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഓപ്ഷൻസ്. സമ്പത്ത് എന്തുവാടെ? ഓക്കെ. അപ്പൊ അതുപോലുള്ള അത്തരത്തിലുള്ള കുറെ എക്സാമ്പിൾസും കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജും കാര്യങ്ങളും എല്ലാം കൺവേ ചെയ്യാനും, പ്രത്യേകിച്ച് നമുക്ക് ഇതേപോലെ അതൊക്കെ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ടോ ഇമെയിൽ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരിതല്ല, ഒരു ഫോർമൽ രീതി കേട്ടോ വൈഷ്ണവി. അതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിമെയിൽ അക്കൗണ്ട് ഉണ്ടോ? അതെ, നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടോ? ഉണ്ട്. എനിക്കുണ്ട് സാർ. ഉണ്ട്. ഉണ്ട്, എനിക്കുണ്ട്. ഉണ്ടല്ലോടാ. ഓക്കെ. എടാ നിന്റെ മെയിൽ ഐ ഡി പറഞ്ഞേ. സാറിന്റെയാ? ആ എടേ മെയിൽ ഐ ഡി പറഞ്ഞാടാ. നല്ല പയ്യൻ, അവിടെ വേണേ ചോദിക്കുന്നു. സ്വന്തം മെയിൽ ഐ ഡി പോലും അറിഞ്ഞൂടാ. സാർ ഞാനല്ല, അവനാണ് ഉണ്ടാക്കി തന്നെ. ഓക്കെ. ബ്രഹ്മൻ അങ്ങനെ എന്താണ് പറഞ്ഞേ? സാർ കേട്ടില്ല. സാർ എന്റെ അടുത്താണോ ചോദിച്ചേ? അതെ, വൈഷ്ണവി അടുത്ത് തന്നെ. എന്താ അറിഞ്ഞൂടാ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇൻ വാട്ട് സെൻസ് വാസ് സ്പീഡ് എ ബോണസ്? അപ്പോ ഏതൊരു ഇതിലാണ് ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് സ്പീഡ് വാസ് എ ബോണസ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ബോണസ് അല്ലെങ്കിൽ ഒരു ഭാഗ്യം പോലെ. അപ്പൊ ആ ഒരു ഇത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? സ്പീഡിൽ പോകുമ്പം ചിലപ്പം എക്സ്ട്രാ പൈസ എല്ലാം കൊടുക്കുമായിരിക്കും. സ്പീഡിൽ പോകുമ്പോൾ എക്സ്ട്രാ പൈസ. ഓക്കെ. പെട്ടെന്ന് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ട്രാവൽ ചെയ്യണം. അപ്പൊ സ്പീഡിൽ എത്തുക എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന്, അതാകുമ്പോ എല്ലാവരും ഇത് സിസ്റ്റം യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോ നമുക്കായാലും നിങ്ങളിപ്പോ ആമസോണിൽ നിന്ന് ഒരു സാധനം നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങളപ്പോ ആമസോണും ഫ്ലിപ്കാർട്ടും കൂടെ നോക്കുകയാണ്. അതും നോക്കത്തില്ലേ അതിൽ ഏതാണ് ആദ്യം നമ്മുടെ അടുത്ത് എത്തുന്നത്? ഇപ്പൊ സെയിം സാധനം ഏതായിരിക്കും എത്രയും പെട്ടെന്ന് എത്തുന്നത് എന്നുള്ള കാര്യം നോക്കത്തില്ലേ? ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അതുകൊണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത പിന്നെ പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. സ്പീഡ് വാസ് എ ബോണസ് എന്ന് പറയാനായിട്ട്, അതായത് സ്പീഡ് എ ബോണസ് എന്ന് പറയാൻ കാരണം ഒന്നുകൂടെ ഉണ്ട്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ആർദ്ര, എന്തായിരിക്കും കാരണം? ആർദ്ര അൺമ്യൂട്ട് ചെയ്.
കേട്ടില്ല. ഇത് സ്പീഡ് എ ബോണസ് എന്ന് പറയാൻ കാരണം എന്താ? ഈ ഒരു ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ബാക്കി ഈ പറഞ്ഞതൊക്കെ ശരിയാ. ലൈക്ക് നമ്മുടെ സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധനങ്ങൾ എത്തും, ഇതെല്ലാം ശരി തന്നെയാ. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചില ഭാഗത്ത് ഇതിപ്പോ സ്പീഡ് ഒരു ബോണസ് എന്ന് പറയാനായിട്ട് കാരണം എന്തായിരിക്കും? അറിയാമോ? ഓക്കെ ഫൈൻ. ഇത് ലക്ഷ്മി. ലക്ഷ്മി എന്തായിരിക്കും കാരണം? സാർ ചിലപ്പോ അവിടെ നിന്ന് ചിലപ്പം പെട്ടെന്ന് എത്തിക്കുമ്പം ആ വീട്ടിൽ ചിലപ്പോ വല്ലതും കൊടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു ഇതുണ്ട് നമുക്ക്. സാർ എത്തു അവിടെ നമ്മളിപ്പോ ഡെലിവറി ചെയ്യുമ്പോ ആ കൃത്യ ഡേറ്റ് വരുമല്ല. അതെ. അപ്പൊ അങ്ങനെ എത്തിക്കാണൂല. പക്ഷെ ഈ ചാപ്റ്ററില് നമ്മളിവിടെ ഇപ്പോ സ്പീഡ് എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് അല്ല എങ്കിൽ നല്ലതെന്ന് പറയാൻ കാരണം എന്തായിരിക്കും ഈ ചാപ്റ്റർ വെച്ച്? ആർക്കെങ്കിലും അറിയാവോ? കൊടുത്തിട്ടുണ്ടല്ലോ. ആ ടെക്സ്റ്റിലുണ്ട്. Because it cut the average delivery time. ലക്ഷ്മി എന്താ പറഞ്ഞേ? The speed was a bonus because it cut the average delivery time. അത് ശരിയാ, ഞാനത് പറഞ്ഞല്ലോ, അതും ഓക്കെയാണ് ഡെലിവറി ടൈം. പക്ഷെ എന്നാലും ഒരു കാര്യം ഉണ്ട്, നമുക്കിവിടെ ജസ്റ്റ് അതൊരു അസ്യൂം ചെയ്യാം. ഇവിടെ നോക്കിയേ, എന്തുവാ സാറി ഒരുപാട് ആഴ്ചയിൽ നിന്നും ഈ കുറച്ച് ദിവസങ്ങൾ എത്തുമ്പോൾ ഓക്കെ അതൊക്കെ. പക്ഷെ ഞാനിപ്പോ സ്ക്രീനിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ റെഡ് ഇന്ത്യൻസ്, അതായത് അവരുടെ അറ്റാക്കിൽ നിന്നൊക്കെ ചില സമയത്ത് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റം സഹായിക്കാറുണ്ട് എന്നുള്ള ആ ഒരു കേട്ടോ. അടുത്ത, വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ റൈഡർ? എന്തൊക്കെയായിരുന്നു എന്തൊക്കെ ഇഷ്യൂസ് ആയിരുന്നു അവർക്കവിടെ ഉണ്ടായിരുന്നത്? സാറ് റെഡ് ഇന്ത്യൻസിൽ നിന്നുള്ള റെഡ് ഇന്ത്യൻസിൽ നിന്നുള്ള അറ്റാക്ക്, കാരണം റോഡ് ക്ലിയർ അല്ല. അപ്പോ അതില് റെഡ് ഇന്ത്യൻസിൽ നിന്നുള്ള അറ്റാക്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇഷ്യൂസ് തന്നെ ആയിരുന്നു. അടുത്ത്, വൈ വാസ് ദ പോണി എക്സ്പ്രസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ്? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സിസ്റ്റം ഒരു ഷോർട്ട് ലിവ്ഡ്, അത് കുറച്ചു കാലം, അത് 19 മാസം മാത്രമേ നിന്നുള്ളൂ? എന്തുകൊണ്ടായിരിക്കും? അത് ഈ ഒരുപാട് ആൾക്കാർ റെഡ് ഇന്ത്യൻസിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അറ്റാക്ക് സംഭവിക്കാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോ ആ ഒരു ലൈഫ് എന്ന് പറയുന്ന റിസ്കി ലൈഫാണ്. സോ ദാറ്റ്സ് വൈ വി കോൾഡ് ഇറ്റ് ആസ് ദാറ്റ്സ് വൈ ഇറ്റ് came as short lived experiment. But still one more reason is there. എന്തായിരിക്കും? പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നവരും. എന്ത് സാധനം? ഈ റേഡിയോ, വാട്സാപ്പ്, ഫോൺ, മെസ്സേജ്, അങ്ങനത്തെ ഇവിടുത്തെ കാര്യം ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് പോണി എക്സ്പ്രസ് ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ് ആയെന്ന് ചോദ്യം. ടെലിഗ്രാം ലൈൻ വന്നപ്പോ because it connects coast to coast, so they can send messages faster than the previous method. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെയാണ് പോണി എക്സ്പ്രസിന് ആ ഒരു ആയുസ് ഇല്ലാതെ പോയത്. Do you want to know how messages were conveyed in the past in your locality?
You can ask your elders about it. What questions would you ask? Frame at least 5 such questions. അപ്പോ നമുക്ക് ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള ഏറ്റവും അടുത്ത സിസ്റ്റം ഏതായിരിക്കും? ഇങ്ങനെ മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്യാനുള്ള സിസ്റ്റം ഏതായിരിക്കും? പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. അപ്പോ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് അറിയണം. അപ്പോ അതിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങളുടെ ഇത് ലൈക്ക് പാരന്റ്സിന്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചോദിക്കണം. സോ നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് നിങ്ങൾക്ക് ചോദിക്കേണ്ട നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. എന്തൊക്കെയായിരിക്കും ആ ക്വസ്റ്റ്യൻസ്? ഫ്രെയിം അറ്റ്ലീസ്റ്റ് 5 such questions. 5 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഇത് ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെയായിരിക്കും? എന്താ ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളെ? ഇങ്ങനെ ചോദിച്ചൂടെ സാർ, വേർ വാസ് ദ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ്? ഓക്കെ, വേർ വാസ് ദ നിയറസ്റ്റ്. ശരിയാണ്. ഓക്കെ, എവിടെയാണ് നമ്മുടെ അടുത്തുള്ള എവിടെയായിരുന്നു നമ്മുടെ ഈ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു? ശരിയാണ്. അടുത്ത, അതായത് ഇതിന് മുമ്പ് പഴയ കാലത്തൊക്കെ അവരുടെ കുഞ്ഞുപ്രായത്തിലും അല്ലെങ്കിലും പഴയ കാലത്തൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു ഈ സിസ്റ്റം എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത വേറെ എന്ത് ചോദിക്കാം? വേറെന്ത് ചോദിക്കാം? എന്തെങ്കിലും പറയേ, എന്തൊക്കെ ചോദിക്കാം? നിങ്ങൾ ഒരാൾക്ക് ലെറ്റർ അയച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ എത്ര ദിവസമാകും? So, okay, how long it will take to deliver a letter? How long? എത്ര സമയം, എത്ര നാളെടുക്കും ഈ ഒരു ലെറ്റർ ഡെലിവർ ആവാൻ? റൈറ്റ്. വേറെ എന്ത് ചോദിക്കും? ബ്രഹ്മൻ, എടാ വീഡിയോ ഓൺ ആക്കടാ എല്ലാരും. ബ്രഹ്മൻ പറഞ്ഞേ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല സാർ. സാർ, എങ്ങനെയാണ് പോസ്റ്റ്മാൻ ലെറ്റർ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നത്? ഓക്കെ, അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കണം? വണ്ടിയിൽ കൊണ്ടുവരും. എടാ ഏത് സമയത്താടാ ജീവ? അല്ല, ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഓ അങ്ങനെ, ഓക്കെ. സിസ്റ്റം. അപ്പൊ അത് ആ സിസ്റ്റം ഏതാ? നമുക്ക് പോസ്റ്റ് ഓഫീസ് എന്ന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോ ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റം? അത് പോസ്റ്റ് ഓഫീസ് തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ? അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആലോചിച്ച് വെച്ചിരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ ചിലവരൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് അതിനുവരെ ഇങ്ങനെ ചോദിക്കാം. അതായത് how did the postman bring the letters? How did postman bring the letters? അപ്പൊ അവരെങ്ങനെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്? അഞ്ചൽ ഓഫീസോ? അഞ്ചൽ ഇത് സാരാണ് അയച്ചത്. ആരാണ് അയച്ചത്? ഏതാടാ സാർ? ഇപ്പൊ ഈ അഞ്ചൽ ഓഫീസ് എന്ന് പറഞ്ഞില്ലേ, ആരൊക്കെ? വൈഷ്ണവി. എന്ത് പറ്റി? അല്ല, അത് ആരാ അയച്ചേന്ന് ചോദിച്ചത്. വൈഷ്ണവി, ഇത് അങ്ങനെ ഒരു ചോദ്യം? അഞ്ചൽ ഓഫീസ് ലാബറിന്റെ കിടന്ന് അതൊന്ന് ചോദിച്ചത്. അങ്ങനെ. അത് അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാ. അത് ആ സ്ഥലത്തിനെ കുറിച്ച് അഞ്ചലിലുള്ള ഓഫീസ് അത് തന്നെയാണ് സംഭവം. സാർ, ഇതിൽ ഇങ്ങനെയാണ് എടുക്കണം. ശരിയാണ് സാർ, എന്റെ തെറ്റാണ്. ഓക്കെ. അപ്പൊ അത്തരത്തില്
അപ്പൊ അത്തരത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി എഴുതുക. അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് കേട്ടോ. ആ സാർ വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞു എന്തോ വേൾഡ് മാപ്പ് എന്തോ ഹോംവർക്ക്. പക്ഷെ ഞാൻ ചെയ്തില്ല, എനിക്കൊന്നും മനസ്സിലായില്ല നേരായിട്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ പറയാം കേട്ടോ, അത് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ അത്ര തന്നെയാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ഇതുണ്ടടാ, ആക്ടിവിറ്റീസ് ഉണ്ട്. സാർ മാത്രം സ്റ്റക്കായി. ഓ സാർ എല്ലാരും സ്റ്റക്കായി, എനിക്കൊന്നും കേട്ടൂടെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ അത്ര തന്നെയാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ഏതാ നമ്മുടെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാ. പക്ഷെ ഇനി അടുത്തുള്ളത് കുറച്ച് ആക്ടിവിറ്റീസ്. അടിപൊളി. ഓക്കെ, ഞാനിതൊന്ന് ഇത് ചെയ്യട്ടെ.